96 വയസ്സ് കഴിഞ്ഞ അമ്മിണിയമ്മയെ സ്ഥാനാർത്ഥിയും കൂട്ടുകാരും ചേർന്ന് ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലെ കരങ്ങളിൽ എടുത്തുകൊണ്ട് കാറിൽ കയറ്റി പോളിംഗ് ബൂത്തിലേക്ക് പാഞ്ഞു. ഒരു സഹായിയെ ഏർപ്പാടാക്കി ഒരുവിധം അമ്മിണിയമ്മ വോട്ട് ചെയ്തു. പുറത്തിറങ്ങിയപ്പോൾ സഹായി പറഞ്ഞു, അമ്മിണിയമ്മ അവിടെ നിൽക്കൂ, ഞാൻ പോയി കാർ എടുത്തുകൊണ്ട് വരട്ടെ. അമ്മിണിയമ്മ അവിടെ കാത്തു നിന്നു. സമയമേറെ കഴിഞ്ഞിട്ടും ആരും വരുന്നില്ല. ഉടനെ വേച്ച് അമ്മിണിയമ്മ മുറ്റത്തേക്ക് ഇറങ്ങി അവിടെയെല്ലാം അന്വേഷിച്ചു. സ്ഥാനാർത്ഥിയാണെന്ന് തോന്നിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, അല്ല തള്ളേ, ഞാനൊന്നുമല്ല നിങ്ങളെ കൊണ്ടുവന്നത്, എനിക്കറിയില്ല. പലരോടും ചോദിച്ചെങ്കിലും അവരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, ഞങ്ങളൊന്നുമല്ല. ഏതായാലും അമ്മിണിയമ്മ വേച്ച് വീട്ടിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. ഏതാനും സ്റ്റെപ്പുകൾ നടന്നപ്പോഴേക്കും അമ്മിണിയമ്മ വേച്ച് നിലത്ത് വീണു, ബോധം കെട്ടുപോയി. പക്ഷേ ആരും അതിലൂടെ വന്നില്ല, വന്നവരാരും കണ്ട ഭാവം നടിച്ചുമില്ല. അപ്പോൾ 10-12 വയസ്സുള്ള 2 കുട്ടികളാണ് ഇത് കണ്ടത്. അവർ ഓടി വന്ന് അമ്മിണിയമ്മയെ കുലുക്കി വിളിച്ചു. അപ്പോൾ 10 വയസ്സുകാരൻ പറഞ്ഞു, എടാ, അമ്മിണിയമ്മയുടെ ബോധം കെട്ടുപോയി. അപ്പോൾ 12 വയസ്സുകാരൻ പറഞ്ഞു, അതിന് ബോധമുണ്ടായിട്ട് വേണ്ടേ കെടാനായിട്ട്? ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാരുടെ പറച്ചിൽ കേട്ട് ഈ അമ്മിണിയമ്മ വോട്ട് ചെയ്യാൻ വരുമോ? ഏതായാലും നമുക്ക് ആരോടെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ച് അവർ ഓടി അവിടെ കൂടിയുന്ന കുറേ ആളുകളോട് പറഞ്ഞു, ദേ ഒരമ്മൂമ്മ റോഡിൽ ബോധം കെട്ട് കിടക്കുന്നു. ഉടനെ അവർ പറഞ്ഞു, നിങ്ങൾ പോയി അമ്മൂമ്മയോട് പറയൂ, ഞങ്ങൾ 5 വർഷം കഴിഞ്ഞ് വരാമെന്ന് പറയൂ, ഞങ്ങളുടെ തിരക്കാണ്. ഏതായാലും ആ കുട്ടികൾ അടുത്ത് വന്ന 2 പോലീസുകാരോട് വിവരം പറഞ്ഞു. അവർ അമ്മിണിയമ്മയെ താങ്ങിയെടുത്ത് അടുത്തുള്ള ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു.